ജോർജ് ആശാൻ എന്നാണ് തിലകൻ ജോസാറിന് പറയുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. ശിഷ്യനില്ല അപ്പോൾ. അല്ല, ഈ ആശാൻ ശിഷ്യൻ ആര് എന്നുള്ള കാര്യം തന്നെ ഇപ്പോഴും ഒരു തർക്ക വിഷയമാണ് എൻ്റെ മനസ്സിൽ. ശരി. കാരണം ആരുടെ ഗുരു എന്ന് പറയാൻ ഒക്കെ പലരും പലരുടെ ഗുരുവും ശിഷ്യനുമാണ്. ഇപ്പം ഞാൻ സിദ്ദീഖിൻ്റെ ഗുരുവുമാകാം ശിഷ്യനുമാകാം, അതുപോലെ തന്നെയാണ് ഞങ്ങളും. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്, എന്നിൽ നിന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ സംബോധന ചെയ്യുന്ന വേറെ മറ്റേ കേൾക്കാൻ പറ്റില്ല. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാം ഏതാണ്ട് ആ ബെൽറ്റിൽപ്പെട്ട ആൾക്കാരാണ്. തിരുവല്ല മുണ്ടക്കായ ബെൽറ്റിൽപ്പെട്ട അവിടെ ഇങ്ങനെ നമ്മൾ പൂരക ബഹുമാനമുള്ള ആൾക്കാരെ ആശാനെ എന്ന് വിളിക്കും. അത് ആശാനെ എന്ന് വിളിക്കാനകത്ത് ഒരു കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതേസമയം കുറച്ച് ബഹുമാനം. അതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ സിനിമയിൽ 1973 ആദ്യമായിട്ട് വരുന്നത്. PJ ആൻ്റണിയാണ് എന്നെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ ഉദയയുടെ ഒരു പടത്തിലും വന്നു, ഗന്ധർവക്ഷേത്രം. ഇത് രണ്ടും കഴിഞ്ഞിട്ട് 6 വർഷം ഞാൻ നാടകത്തിൽ തന്നെയായിരുന്നു. ഈ 6 വർഷം ആരും എൻ്റെ ഒരിക്കൽ വന്നില്ല, ഞാൻ ആരുടെയെങ്കിലും പോയിട്ടുമില്ല. അപ്പം നാടകം തന്നെ നമ്മുടെ ജീവിതമാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് നിർത്തിയിട്ട് എൻ്റെ തറവാട്ടിൽ പോയി താമസമായി. തറവാട് നോക്കണമല്ലോ. അങ്ങനെ ജീവിക്കുന്ന കാലത്ത് ബാക്കിയുള്ള സമയമുണ്ട്. രാവിലെ ഒരു 5 മണി മുതൽ 9 മണി വരെ ഉള്ള ജോലിയുള്ളൂ. പിന്നെ വെറുതെ ഇരിക്കുക. അപ്പോൾ 56 കളിക്കും. ഈ 56 കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ രസകരമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് വാശിയിൽ. അപ്പോൾ ഒരു എഴുത്ത് കൊണ്ടുവരിക ഒരാൾ മുണ്ടക്കയത്തുനിന്ന്, എനിക്ക് പരിചയമുള്ള ആളാണ്. അപ്പുട്ടി എന്ന് പറയുന്ന ഒരാളാണ്, എൻ്റെ ബാല്യകാല സുഹൃത്തും കൂടെ പഠിച്ചിട്ടുള്ള ആളാണ്. ഞാനൊരു പടം എടുക്കുന്നുണ്ട്, അത് KG ജോർജ് എന്ന് പറയുന്ന ആളാണ് സംവിധാനം ചെയ്യുന്നത്. അതിൽ ആശാനൊരു വേഷം, അതിലും ആശാനുണ്ട്, ഒരു വേഷം ചെയ്യണം, ബുദ്ധിമുട്ടില്ലെങ്കിൽ സഹകരിക്കുക, ചെയ്യാമെങ്കിൽ ഇന്ന തീയതികൾ പറ്റുമോ എന്നറിയിക്കണം, ഇതിൻ്റെ മാർജിനിൽ എഴുതി അയച്ചാൽ മതി. ഞാൻ അവൻ്റെ ഇത് വാങ്ങിച്ച് എഴുതി അവർ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. കാശും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഉൾക്കടലിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇദ്ദേഹത്തെ പരിചയമുണ്ട്. അതായത് ഗീതാ അഷ്റഫിൻ്റെ മണ്ണ് എന്ന് പറയുന്ന നാടകം ചങ്ങനാശ്ശേരിയിലെ തിരുമൂലയോ എന്ന് മറ്റോ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിന് വേണ്ടി കെട്ടിയിട്ടിട്ടുള്ള ഒരു ഷെഡിനകത്ത് റിഹേഴ്സൽ നടക്കുക. അപ്പോൾ ഒരു താടി വെച്ചൊരു പയ്യൻ രാവിലെ വരും 9 മണിയാകുമ്പോൾ. അവിടെ ഒരു കസേരയിൽ ഇങ്ങനെ ഒരു സാധാരണ റിഹേഴ്സൽ ക്യാമ്പിൽ അങ്ങനെ പരിചയമില്ലാത്ത ആരെങ്കിലും, ഇനി ചാച്ചപ്പൻ്റെ ആരെങ്കിലും ആയിരിക്കും. ചാച്ചപ്പൻ അതിൻ്റെ ഓണറാണ്. ചാച്ചപ്പൻ പറയും, അറിയാമോ പുള്ളി? ഇല്ല. അയ്യോ, പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമാ സംവിധാനത്തിന് സ്വർണ്ണ മെഡൽ വാങ്ങി ഇറങ്ങിയ ആളാണ് പേര് KG ജോർജ്. അപ്പോൾ അങ്ങനെയാണ് ജോർജ് ആശാനുമായിട്ട് ഞാൻ അടുക്കുന്നത്.